കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ടയുടെ ബ്രിയോ ആണ്. ബ്രയോ എങ്ങനെ വേണമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു വാഹനം നോക്കിയാൽ 2013 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. VX എന്ന ഓപ്ഷൻ വന്നേക്കണം. പിന്നെ ബ്രിയോൻ്റെ പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ച വണ്ടിയാണ്, നീറ്റായിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ കാര്യമായിട്ട് കിലോമീറ്ററൊന്നും ഓടിയില്ല. എത്ര കിലോമീറ്ററാണ് ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിയോ എന്ന് പറഞ്ഞൊരു കുഞ്ഞു വാഹനമാണ്. കുഞ്ഞു വാഹനം എന്ന് വെച്ചാൽ നമ്മളൊരു ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒറ്റ ലുക്ക് നോക്കുമ്പോൾ നമ്മുടെ വാഗണാറിനേക്കാൾ ഒരു പൊടിക്ക് ചെറുതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് ടൗൺ യാത്രയ്ക്ക് ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ്. ഹോണ്ടയുടെ വാഹനങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ ബ്രിയോൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വരേണ്ട ആവശ്യമില്ല. നല്ല പവറും അതേപോലെ തന്നെ റൈഡിങ് കംഫർട്ടും പിന്നെ ഇൻറ്റീരിയേഴ്സ് ആയാലും വണ്ടി മൊത്തത്തിൽ ഒരു ക്യൂട്ട് ലുക്കാണ് ഈ വണ്ടി കാണാനായിട്ട്. ഇപ്പോൾ റോഡിലേക്ക് പോയാലും ഇപ്പോൾ ലേഡീസൊക്കെ ഒരുപാട് പ്രിഫർ ചെയ്യുന്ന വണ്ടി കൂടിയാണ് ഈ ഒരു ഹോണ്ടയുടെ ബ്രിയോ. അപ്പോൾ വാഹനം ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷനെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ കണ്ടുവരാതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു കുഞ്ഞൻ വാഹനമാണ്. ഹോണ്ടയുടെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വണ്ടിയും കൂടിയാണ് ഈ ഒരു ബ്രിയോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലുക്ക് തന്നെയാണ് വളരെ ഒരു ക്യൂട്ട് ലുക്കിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഒരു കുഞ്ഞു വാഹനമാണ്, നമുക്ക് ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി. മാത്രമല്ല നമുക്കൊരു ഇപ്പോൾ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പ്രിഫർ ചെയ്യുന്ന വണ്ടിയും കൂടിയാണ് ഈ ഹോണ്ടയുടെ ബ്രിയോ. അപ്പോൾ ബ്രിയോ നോക്കാം. ഇത് VX ഓപ്ഷനാണ്. അതിൻ്റെ പോലെ തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും വണ്ടിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, നമുക്ക് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഫുള്ള് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് പോയേക്കാം. ഉണ്ടോ വണ്ടി നോക്കാം. വണ്ടി നല്ല നല്ല രസമില്ല കാണാനായിട്ട്. വണ്ടി കിടക്കുന്ന അടിപൊളിയായിട്ട് തന്നെ വണ്ടി കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡൊക്കെ നോക്കാം. നമുക്ക് വിശദമായിട്ട് ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരാം. അതിനൊക്കെ മുമ്പ് ജസ്റ്റ് ഒന്ന് ഫുള്ള് വീഡിയോയിലേക്ക് ഒന്ന് പോയേക്കാം. കണ്ടോ, ഇതാണ് ഈ ഒരു ഹോണ്ടയുടെ ബ്രിയോ. ഇനി നമുക്ക് ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകാം. ഇതാണ് ടോപ്പ് വ്യൂ വരുന്നത്. ടോപ്പ് വ്യൂ കാര്യങ്ങളൊക്കെ നോക്കാം. വീലാർച്ചും ടയർ കണ്ടീഷൻ നോക്കാം. വീലാർച്ചിലേക്ക് വരുമ്പോൾ നല്ല നീറ്റായിട്ടിങ്ങനെ വീലാർച്ച് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പുള്ള ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ഹോണ്ടയുടെ ഒറിജിനൽ അലോയ്സ് തന്നെയാണ് വന്നേക്കണം. വിൻഷീൽഡിലേക്ക് പോകാം. വിൻഷീൽഡിലും ഒരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ചെറിയ ഇതിൽ അഴുക്കാണ്, വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്കില്ല. ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഒരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ കിട്ടുന്നില്ല. ലാമ്പ് നോക്കാം. ലാമ്പ് ആയാലും നീറ്റായിട്ടിരിക്കും. താഴെ ഫോഗ് ലാമ്പ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഫോഗ് ലാമ്പ് നമുക്ക് ഇവിടെ കാണാം. ഫ്രണ്ടിലെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ലാമ്പും നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. അതേപോലെ നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറായാലും നല്ല ക്ലീനായിട്ട് വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ്. ഇവിടെ വിൻഷീൽഡായാലും നീറ്റായിട്ടിരിക്കുന്നു. റൂഫും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വിൻഷീൽഡും നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ ഇവിടെ ഹോണ്ടയുടെ ആ ലോഗോവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലാമ്പായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലാമ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഒക്കെ അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും കാണാൻ പറ്റും. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന രണ്ട് ഡോർസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് എന്ന് പരിചയപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. പവർ വിൻഡോസും ഓറിയം കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോറായാലും നീറ്റായിട്ടിരിക്കുന്നു. ഇൻറ്റീരിയേഴ്സ് നോക്കാം. സീറ്റ് കവേഴ്സ് കിട്ടും. നല്ല ഭംഗിയാക്കി തന്നെ വെച്ചാണ് ഈ ഒരു ബ്രിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ, അതേപോലെ തന്നെ നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കാം. ഡാഷ്ബോർഡൊക്കെ നല്ല നീറ്റായിരിക്കും. ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ബാക്കി AC യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. ഇതാണ് കീ വന്നേക്കുന്നത്. പവർ ഓൺ കിലോമീറ്റേഴ്സ് നോക്കാം. 69,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പോൾ ഓടിയേക്കുന്നത്. പ്ലാറ്റ്ഫോം ആയാലും നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. സീറ്റ്സിൻ്റെ ക്ലോസ് വ്യൂ ആണോ, നല്ല നീറ്റായിട്ടിരിക്കുന്നു. റിയറിലെ സീറ്റ്സ് ആയാലും വൃത്തി തന്നെ ഇരിക്കുന്നു. റൂഫും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്കൊന്ന് പാസഞ്ചർ സൈഡിലേക്കൊന്ന് വേഗം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ബ്രിയോൻ്റെ ഒരു സെപ്പറേറ്റ് സ്വിച്ചാണ്. കേട്ടോ, നമുക്ക് വിൻഡോ ഡൗൺ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കാം. സീറ്റ്സൊക്കെ നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത ലെഗ് റൂം നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല വാഹനത്തിൻ്റെ ഫുൾ വ്യൂ നോക്കാം. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഡോറിന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടൊക്കെ നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബ്രിയോൻ്റെ ഒരു എൻജിൻ റൂം.
ഞാൻ പറഞ്ഞ പോലെ തന്നെ VX ഓപ്ഷനിൽ വന്നേക്കണം. പെട്രോൾ എഞ്ചിനാണ്, IV ടെക്നോളജി വന്നേക്കുന്ന വാഹനം. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കാം. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എൻജിൻ റൂം നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് നോക്കാം, പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കിയാൽ വിശദമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. കേട്ടോ, അതേപോലെ ഇവിടെ നോക്കാം, ഈ പേസ്റ്റിങ് നോക്കാം, നീറ്റായിട്ട് ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോ ഭാഗങ്ങളും വിശദമായിട്ട് നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നീറ്റായിട്ട് നോക്കാവുന്നതാണ്. ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ നമുക്ക് ഇനി ഇതിൻ്റെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിട്ട് ചെയ്യുന്ന ലിഡ്, യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ലിഡിലും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ട് മപ്പ് ചെയ്യാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് നോക്കിയേക്കാം. ഇതാണ് എൻ്റെ കീ വന്നിരിക്കണേ. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബൂട്ട്. കാര്യമായിട്ടുള്ള സ്പേസോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. ചെറിയൊരു ഹാൻഡ് ബാഗോ കാര്യങ്ങളൊക്കെ വയ്ക്കാം. അതിൽ കൂടുതലൊന്നും സ്പേസ് നമുക്കിവിടെ കിട്ടില്ല. അതേപോലെ ഇവിടെ പാർസൽ ട്രേ ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. സ്പെയർ വീൽ റൂം എന്താണ് അവസ്ഥ നോക്കാം. പുത്തൻ ടയേഴ്സ് തന്നെ വന്നിരിക്കണം. സ്പെയർ വീൽ റൂമായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റിലേക്ക് പോകാം. അഡ്ജസ്റ്റ് ആയാലും നല്ല ക്ലീനായിട്ട് നിൽക്കുന്ന ഒരു എഡ്ജസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ലിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് തന്നെ വന്നേക്കണം. ഗ്ലാസ്സിൽ യാതൊരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളും ഗ്ലാസ്സിലും നമുക്കിവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ബ്രിയോ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2013 അതിൻ്റെ മോഡൽ വന്നാൽ പെട്രോൾ ഓപ്ഷനാണ്. VX എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. പിന്നെ എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിലവിൽ നിൽക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഈ ഒരു ബ്രിയോ. അപ്പോൾ ഇതിൻ്റെ റേറ്റിലേക്കാണ് നമുക്ക് അടുത്ത് കിടക്കാനുള്ളത്. റേറ്റിലേക്ക് പറഞ്ഞേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി ഈ ഒരു ബ്രിയോൻ്റെ ആസ്കിംഗ് പ്രൈസ് 3,90,000 ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ നമ്പറിനകത്തേക്ക് നിങ്ങൾ വോയിസോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബ്രിയോൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.